പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ പാഠത്തിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് കർത്താവിൽ ശക്തിപ്പെടുകയും, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. യു ക്യാൻ ബി സ്ട്രോങ് in several ways. Strong in health, strong in education, strong in wealth, strong in position. There are several ways of becoming strong. പക്ഷേ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ വേറൊരു ഊന്നലാണ് അവിടെ നൽകുന്നത്. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. കർത്താവിൽ ശക്തിപ്പെടുകയും. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും എന്നാണ്. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ഹിസ് മൈറ്റി പവർ. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ഹിസ് മൈറ്റി പവർ. നമുക്ക് ലോകത്തിൽ ശക്തനാവാം, മുമ്പ് സൂചിപ്പിച്ചതുപോലെ. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുക, കർത്താവിൽ നീ ശക്തനാകണം എന്നാണ്. അവൻ്റെ ശക്തമായ ആ അമിതമായ ബലത്തിൽ നീ ആശ്രയിച്ചു കൊള്ളണം എന്നുള്ള പ്രത്യേകമായ പാഠം. നമ്മൾ ജീവിതത്തിൽ വിജയം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ പഠനം, അതിനുവേണ്ടിയാണ് നമ്മളുടെ അധ്വാനം. നാം ഉന്നം വയ്ക്കുന്നത് ജീവിതത്തിൽ ശക്തരായിരിക്കാനാണ്. ജീവിതം വിജയകരമായി തീർന്നു എന്ന് അഭിമാനിക്കത്തക്ക വിധമുള്ള ഒരു ലക്ഷ്യം മുൻകണ്ടുകൊണ്ടാണ്. അതിന് 2-3 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വേണം എന്ന് നമ്മളെപ്പോഴും ഓർക്കുക. നമ്മൾ വേദപുസ്തകം മുഴുവനും നോക്കാം. ഒരുപാട് ദൈവപുരുഷന്മാരെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാനും, പുരുഷന്മാരെയും വനിതകളെയും കാണാം, ദൈവപുരുഷന്മാരെയും ദൈവവനിതകളെയും കാണാം. അവരിൽ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രത്യേകത, അവർ ദൈവപുരുഷരായി ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്, ദൈവവനിതകളായി നിൽക്കുകയാണ്. അവരിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സ്വഭാവവിശേഷം ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ്. വിശ്വാസം എന്ന വാക്കിന് ഇതിനു മുമ്പ് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് വിശ്വാസം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു വലിയ വൃക്ഷം, ആ വൃക്ഷത്തിൻ്റെ ശാഖോപശാഖകളായി ഇങ്ങനെ ഭൂമിക്ക് ഉപരിതലത്തിൽ ഇങ്ങനെ ശക്തമായി നിൽക്കുകയാണ്. ഇലകൾ വിടർത്തി, പൂക്കൾ ആകർഷണീയമായി വിടർത്തി ഒക്കെ നിൽക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. അതിന് സമാനമായ വേർപടലം ഈ വൃക്ഷത്തെ താങ്ങി നിർത്തുന്നു. അതുപോലെയാണ് വിശ്വാസവും. ദൈവത്തിൽ നമ്മളുടെ ജീവിതത്തെ ഒരു വേർപടലം എങ്ങനെയാണോ അള്ളിപ്പിടിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തെ അങ്ങനെ ദൈവത്തിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് ശക്തമായി സമാശ്ലേഷിച്ച് നിർത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതം വിജയകരമാക്കുവാൻ നമുക്ക് കഴിയണം. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിൽ വേരൂന്നിക്കൊണ്ട് ശക്തമായി യേശു ക്രിസ്തുവിനെ അള്ളിപ്പിടിച്ച് ജീവിതത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നീ നിൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ ജീവിതം വളരെ ഫലം കായ്ക്കുന്ന വൃക്ഷമായി, തണലേകുന്ന ഇലകൾ വിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത് കാണാൻ കഴിയും. ശക്തമായ കാറ്റ് വരുമ്പോൾ, കൊടുങ്കാറ്റ് വരുമ്പോൾ, പ്രാതികൂല്യങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഈ വിശ്വാസം എന്ന വേര് യേശു ക്രിസ്തുവിൽ ഊന്നിക്കൊണ്ട്
നമ്മൾ ശക്തമായി ആശ്രയിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ്. സോ ഹൗ ക്യാൻ യു ബി സ്ട്രോങ്? ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ത്രൂ ഫെയ്ത്ത്, by completely existing in the Lord, completely relying on the strength of the Lord. യേശു ക്രിസ്തുവിൻ്റെ ബലത്തിൽ, അമിത ബലത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ജീവിത വിജയം ഉണ്ടാകുന്നത് എന്നുള്ള പാഠം. രണ്ടാമത്, യേശുക്രിസ്തുവിൽ നമ്മളുടെ ജീവിതത്തെ ശക്തമാക്കി നിർത്തുവാൻ കഴിയുന്ന വേറൊരു പ്രധാന പാഠം, പ്രാതികൂല്യങ്ങൾ വരും, പ്രതിബന്ധങ്ങൾ വരും, രോഗങ്ങൾ വരും, ക്ലേശങ്ങൾ വരും, ദുഃഖങ്ങൾ വരും. കഴിഞ്ഞ ആഴ്ച പരിമലത്തിരുമേനിയുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചല്ലോ, രോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രാതികൂല്യം, യൗവനത്തിൻ്റെ പ്രാതികൂല്യം. ആ സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? പ്രാർത്ഥനയിൽ, ദൈവാശ്രയത്തിൽ കൂടുതലായി അവൻ്റെ ബലത്തിൽ അവർ ഊന്നി നിന്നുകൊണ്ട് ജീവിതത്തെ ശക്തമാക്കി എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ പാഠം. പ്രാതികൂല്യങ്ങൾ വരുമ്പോൾ അതിന് പ്രാർത്ഥന കൊണ്ട്, ദൈവവചനം വായിക്കുക വഴി നമുക്ക് യേശു ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ നിലനിർത്താൻ സാധിക്കും. ദൈവത്തിൽ നമ്മളുടെ ജീവിതത്തെ ഊന്നി നിർത്തുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള വലിയ പാഠമാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് നഷ്ടങ്ങൾ വരും, കഷ്ടങ്ങൾ വരും, രോഗങ്ങൾ വരും, പ്രാതികൂല്യങ്ങളും പ്രതിബന്ധങ്ങളും വരും. അത്തരം നിമിഷങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ദൈവത്തോടുള്ള നമ്മളുടെ ബന്ധം മുറുകെ പിടിക്കുവാൻ സഹായിക്കുക? അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടാവണമെങ്കിൽ ഒന്നാമത്തത് ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയവും വിശ്വാസവും വേരൂന്നി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതശൈലിയും, ക്രിസ്തുവിൽ വേരൂന്നി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതശൈലി. അതേപോലെ തന്നെയാണ് അതിൻ്റെ പ്രായോഗിക രൂപം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക, ദൈവവചനം വായിക്കുക, ഓരോ ദിവസം വചനത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, ദൈവാഭിമുഖമായി നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതേസമയം തന്നെ ജീവിതത്തെ എപ്പോഴും തിന്മയിൽ നിന്നകറ്റി നന്മയിൽ നിലനിർത്തുവാനുള്ള മനഃപൂർവമായ പരിശ്രമം നമ്മൾ കൊണ്ടുപോവുകയും വേണം. ഇങ്ങനെ ദൈവതിരുസന്നിധിയിൽ നമ്മളുടെ ജീവിതത്തെ ദൈവത്തിൽ ആശ്രയിച്ചും നമ്മളുടെ ജീവിതത്തെ കഷ്ടതകളും പ്രയാസങ്ങളും പ്രാതികൂല്യങ്ങളും ഒക്കെ വരുന്ന സന്ദർഭങ്ങളിലും പ്രാർത്ഥനയിലൂടെയും ദൈവവചന വായനയിലൂടെയും പൂർണ്ണമായും ദൈവത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മളുടെ ജീവിതം ശക്തമായി തീരുന്നത് എന്ന് നാം എപ്പോഴും ഓർത്തുകൊള്ളണം. ദൈവം എന്നോടൊപ്പമുണ്ട്. ഈ ശക്തി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ അടിസ്ഥാനപരമായ ഭാവത്തിലാണ്. ഗോഡ് ഈസ് വിത്ത് മീ, ഹി ഈസ് സ്ട്രോങ്, ഹി ഈസ് മൈറ്റി. ഇഫ് ഹി ഈസ് വിത്ത് മീ, ഐ ആം സ്ട്രോങ്. അതുകൊണ്ട് ഐ ആം സ്ട്രോങ് ഇൻ മൈ ലോർഡ് ജീസസ് എന്ന് നമുക്ക് സാക്ഷിക്കുവാൻ കഴിയണം എന്നുള്ളതാണ്. ആഴമായ വിശ്വാസവും സുസ്ഥിരമായ പ്രാർത്ഥന, വേദവായന, ധ്യാനം എന്നിവ വഴിയുള്ള ദൈവവുമായുള്ള ബന്ധം, ഇവ കാത്തു സൂക്ഷിക്കുമ്പോൾ ദൈവതിരുസന്നിധിയിൽ പ്രതികൂലതകളെയും പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ നമുക്ക് വകഞ്ഞു മാറ്റി ശക്തരായി, ദൈവത്തിൽ ശക്തി പ്രാപിച്ചവരായി ദൈവതിരുസന്നിധിയിൽ നമുക്ക് നിൽക്കാനാവും. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പരിശുദ്ധന്മാരായി വേദപുസ്തകത്തിലും സഭയുടെ ചരിത്രത്തിലും പരിമലത്തിരുമേനിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ
ജീവിത സാക്ഷ്യത്തിലും നമുക്ക് ലഭിക്കുന്ന വലിയ പാഠം അതാണ്. കർത്താവിൽ നിങ്ങൾ ബലപ്പെടുകയും ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. കുഞ്ഞുങ്ങളെ, ദൈവം തമ്പുരാൻ നിങ്ങളേവരെയും